ഇളയ മകൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ ഭർത്താവ് ഭയങ്കര മടിയനാണ്. പക്ഷേ മൂത്ത മകൾ പറഞ്ഞു, അമ്മേ അങ്ങനെയാണെങ്കിലേ ഓവർ ആക്റ്റീവാണെന്ന്. അത് കേട്ട അമ്മ പറഞ്ഞു, രണ്ടിനുമുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട്. എന്താ അമ്മേ ആ മരുന്ന്? കാത്തിരിക്കടി, മരുന്ന് ഞാൻ അരക്കട്ടെ വട്ടത്തിൽ എന്ന് പറഞ്ഞു പോയ അമ്മ എന്താണ് അവിടെ ചെയ്തത്? പ്രിയമതയുടെ മേലേക്ക് നമുക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് പ്രിയമത. എനിക്ക് 32 വയസ്സ്. എൻ്റെ ചേച്ചിക്ക് 36. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറേ വർഷമായി. എൻ്റെ വീടിൻ്റെ ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. അച്ഛനും അമ്മയും 2 പെൺമക്കളും ചേർന്നാണ് ഞങ്ങളുടെ കുടുംബം. അച്ഛൻ ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ പെട്ടെന്ന് ഹാർട്ടിന് അസുഖം വന്ന് മരിച്ചു പോയത്. ആ ജോലി എൻ്റെ അമ്മയ്ക്ക് കിട്ടി. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അമ്മ തനിച്ചായി. ഞങ്ങൾ 2 പേരും വിവാഹം കഴിച്ച് വേറെ വേറെ വീടുകളിലല്ലേ. എൻ്റെ വീടാണെങ്കിൽ വീടിനോട് കുറച്ചടുത്താണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 കിലോമീറ്റർ ദൂരം കാണും. അതുകൊണ്ട് അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുമായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡും കൂട്ടിന് വരും. ചേച്ചിയുടെ വീട് ഒരു 25 കിലോമീറ്റർ അകലെയാണ്. അതുമാത്രമല്ല ചേട്ടന് ബിസിനസ്സാണ്. അതുകൊണ്ട് പല സമയത്തായിട്ടാണ് വരുന്നത്. ചേച്ചിക്ക് ആദ്യ വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കുട്ടിയുണ്ടായി. ആൺകുട്ടിയാണ്. എനിക്കും വിവാഹം കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു കുട്ടിയുണ്ടായി. എൻ്റെ ചേച്ചിക്ക് ആദ്യത്തെ പ്രസവം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അവൾ ആ ഒരു സമയത്ത് ഒത്തിരി അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു കുട്ടി ഇപ്പോഴെങ്ങും വേണ്ട എന്നുള്ള രീതിയിൽ അവർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെന്നാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചിക്ക് ഇനിയൊരു കുട്ടി ഉണ്ടാകാൻ താല്പര്യമേ ഇല്ല. എൻ്റെ ആദ്യത്തെ പ്രസവവും നല്ല കോംപ്ലിക്കേഷൻ ആയിരുന്നു. പക്ഷേ അത് തരണം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചേച്ചി ഇപ്പോൾ അത്ര പേടിയൊന്നുമില്ല. പക്ഷേ എനിക്ക് ഭർത്താവിനും പിന്നീട് കുട്ടികളൊന്നും ഉണ്ടായില്ല. ഇനി ഞങ്ങളുടെ 2 പേരുടെ ഭർത്താക്കന്മാർ തമ്മിൽ വലിയ സാമ്യമൊന്നുമില്ല. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിലെ സ്മാർട്ടാണ്. കണ്ടാൽ നല്ല ഫിറ്റ് ബോഡിയുള്ള ഒരാളാണ്. ജിമ്മിലൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട്. അദ്ദേഹത്തിന് സമയം കിട്ടാറില്ല. എങ്കിലും വീട്ടിലൊക്കെ ആണെങ്കിലും ജിം സെറ്റ് ചെയ്ത് നല്ല എക്സസൈസ് ചെയ്യുന്ന ആളാണ്. എൻ്റെ ഭർത്താവ് ഞാൻ കല്യാണം കഴിക്കുമ്പോഴേ കുറച്ച് മെലിഞ്ഞിരുന്ന ആളാണ്. പിന്നെ നല്ല ബോഡി ഷേപ്പും സൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ സമ്മതിച്ചത്. പക്ഷേ ആദ്യം മുതലേ നല്ല മടിയാണ്. ജോലിക്ക് പോകാൻ മടി, അങ്ങനെ പല കാര്യങ്ങൾക്കും മടിയുണ്ട്. ഈ ഒരു കാര്യത്തിലൂടെ മടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം കുളമാകുമല്ലോ. ആദ്യത്തെ 3-4 മാസം ഞാനൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾ എന്നോട് കല്യാണത്തിന് മുമ്പ് ഭയങ്കര ഊർജ്ജത്തോടുകൂടി സംസാരിച്ചാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ വല്ലപ്പോഴും മാത്രം കുളത്തിൽ മീൻ പിടിക്കാൻ വരുന്നു. ഇത് പറ്റില്ല. അപ്പോൾ ജോലിയുടെ ക്ഷീണമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നടക്കില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് കാര്യങ്ങൾ പറയും. എനിക്ക് ഈ വിവാഹബന്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മിക്കവാറും ദിവസങ്ങൾ എന്നോട് ചോദിച്ചു, നിനക്ക് ഇന്ന് ആഗ്രഹമുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, ഉണ്ട്. എന്തായാലും വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ എൻ്റെ നിർബന്ധം കൊണ്ടാണ് കാര്യങ്ങൾ ജോറായി മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിശേഷം ഉണ്ടാകുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ദാ കിടക്കുന്നു പിന്നെയും ചട്ടിയും കലവും താഴെ. ഞാൻ വീട്ടിലൊക്കെ പോയി നിന്ന് കുട്ടിയുമായി തിരിച്ച് 90 ദിവസം വീട്ടിൽ വന്നപ്പോഴില്ലേ പുള്ളിക്ക് ആവിയുമില്ല, അനക്കവുമില്ല. എന്തായത്, വല്ല ക്രെയിൻ സർവീസിലേക്കും ഫോൺ വിളിക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ഗ്യാപ്പായില്ലേ, അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു മൂഡില്ല, താളിയില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്കതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. കാര്യം ഞാൻ ഓർത്തത് ഇത്രയും നാളത്തെ ഗ്യാപ്പല്ലേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് കാണുമ്പോഴേക്കും വളരെ സ്നേഹത്തിലാണ് സംസാരിച്ചത്. പഴയ രീതി തന്നെ തുടർന്നു പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് ഒരു തെറ്റാണോ? പക്ഷേ ആട് കിടന്നിടത്ത് പൂട പോലുമില്ലാത്ത ഒരവസ്ഥയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾക്ക് വേറെന്തെങ്കിലും ബന്ധം ഈ അടുത്ത കാലത്ത് ഉണ്ടായോ? എന്നെ നിങ്ങൾ മറന്നോ എന്നൊക്കെ ചോദിച്ച് സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞു. അപ്പോഴും അനക്കമില്ല. നിർബന്ധിച്ചപ്പോൾ നീ ഒത്തിരി വണ്ണം വെച്ചിട്ടുണ്ട്. നിന്റെ രൂപമാറ്റം കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. നീ കുറച്ചുകൂടി സ്ലിം ആകണമെന്ന് പറഞ്ഞു. എന്തായാലും ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊക്കെ ഭക്ഷണ നിയന്ത്രണങ്ങൾ എടുക്കാൻ തുടങ്ങി. ഇടയ്ക്ക് എൻ്റെ ചേച്ചി വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആഹാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി വഴക്ക് പറഞ്ഞു, എടീ കുഞ്ഞുള്ള സമയത്ത് നീ എന്തായി കാണിക്കുന്നത്? ഇങ്ങനെയുള്ള ആഹാരമാണോ കഴിക്കുന്നത്? നല്ല റിച്ചായിട്ട് കഴിക്കണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്കൊത്തിരി വണ്ണമാണ്, വണ്ണം കുറയ്ക്കണമെന്ന് ഹസ്ബൻഡ് പറഞ്ഞെന്ന്. അത് ഇപ്പോഴല്ല കുറയ്ക്കേണ്ടത്, പതിയെ കുറഞ്ഞോളും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്നും മിണ്ടിയില്ല. വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടോടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആദ്യമായി യഥാർത്ഥ കാര്യങ്ങളെല്ലാം എൻ്റെ ചേച്ചിയോട് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, കൊള്ളാം എടി, അവൻ മെലിഞ്ഞിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചത് നല്ലൊരു എന്ന് പറഞ്ഞ് ചേച്ചി എൻ്റെ കാതിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞതിന് പൊന്നു ചേച്ചി, ആദ്യ ദിവസം മുതൽ വളരെ സ്ലോ ആയിരുന്നു. പിന്നെ ഞാൻ വാ വിട്ട് പറഞ്ഞു,
പിന്നെ വഴക്കം പറഞ്ഞപ്പോഴാണ് കുറച്ചൊക്കെ ശരിയായത്. എന്നാലും അത് യഥാർത്ഥത്തിലുള്ള ഒരു ശരിയാകലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എടി, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇപ്പോൾ നീ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും നിന്റെ വണ്ണം മാത്രമല്ല കൂടിയത്, അവൻ്റെ വണ്ണവും നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഒന്നാമത് സ്ലോ ആണെങ്കിൽ മോളെ വണ്ണം കൂടിക്കഴിഞ്ഞാലേ ഉള്ളത് കൂടെ ഫ്യൂസ് അടിച്ചു പോകുന്ന രീതിയിലാണ്. അതുകൊണ്ട് അവനോട് ആരോഗ്യം നോക്കാൻ പറയണം. ചുമ്മാ മടിയായിരുന്നു, പിത്തം പിടിച്ച് കാണും മോളെ എന്ന് പറഞ്ഞു. എന്തായാലും ചേച്ചി പറഞ്ഞതനുസരിച്ചിട്ട് ഞാനും പറഞ്ഞു, നിങ്ങൾക്ക് വണ്ണമുണ്ട്, നിങ്ങളുടെ വണ്ണം കുറയ്ക്കണം, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ ശരിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ കലഹങ്ങളും സൗന്ദര്യപടങ്ങളും ഒക്കെയായിട്ട് മുന്നോട്ട് പോയി. എന്നാൽ മെച്ചമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെച്ചമില്ല. എന്നാലോ കൂടുതൽ ഒന്ന് നമ്മൾ ഒച്ചയോർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കടാക്ഷം ആയാലായി അല്ലെങ്കിലായി. അങ്ങനെയാണ് ഞാൻ ഓർക്കും. സാധാരണ സ്ത്രീകൾ എവിടെ പോയാലും പുരുഷന്മാർ നോക്കും, പിന്തുടരും. ഞാനും ഒരു സുന്ദരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ ഒത്തിരി ആണുങ്ങൾ കൗതുകത്തോടുകൂടി നോക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ അവരെന്തിനായിരിക്കും നോക്കുന്നത്? വെറുതെയാണോ? മോഹങ്ങൾ അവരുടെ ഉള്ളിൽ കാണില്ലേ? ഇങ്ങേർക്കെന്താണ് ഒന്നുമില്ലാത്തത്? ഇതൊക്കെ എന്താ നടക്കുന്നത്? ആവശ്യമുള്ളവർക്ക് ഒന്നും കിട്ടില്ല, വേണ്ടാത്തവർക്ക് ധാരാളം കിട്ടുകയും ചെയ്യും. ഇത് വല്ലാത്തൊരു ലോകം തന്നെ എന്ന് മനസ്സിൽ വിചാരിച്ചു. പക്ഷേ നമ്മളുടെ ഈ വിവാഹവും കുടുംബ സംവിധാനങ്ങളും ഒക്കെ ഒരു ട്രാപ്പാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിൽ പെട്ടിക്കിടക്കാനേ പറ്റൂ, അല്ലാതെ കര കയറാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നി. ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്തത് കൊണ്ട് ഞാനും സഹിച്ച് വർഷങ്ങളോളം മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ അമ്മയ്ക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. പുള്ളിക്കാരുടെ കാലിന് ചെറിയൊരു പൊട്ടൽ. അങ്ങനെ 3 മാസം റെസ്റ്റ് പറഞ്ഞു. 60 വയസ്സ് വരെയാണ് അമ്മയുടെ ജോലി ടൈം. അമ്മയ്ക്ക് ഇനിയും റിട്ടയർ ആകാൻ ഒത്തിരി കൊല്ലങ്ങൾ ബാക്കിയുണ്ട്. പിന്നെ ലീവുകൾ അമ്മ അധികം എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അമ്മയ്ക്ക് ലീവ് കിട്ടി. പക്ഷേ കൂടെ ആരെങ്കിലും നിൽക്കണം. ഞാൻ എൻ്റെ മകനെയും കൊണ്ട് വീട്ടിൽ പോയി നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിന് പ്രശ്നമൊന്നുമില്ല, നീ പോയി നിൽക്കൂ എന്ന് പറഞ്ഞു. മിക്കവാറും ദിവസങ്ങളിൽ ഹസ്ബൻഡ് എൻ്റെ വീട്ടിൽ വരും, ഞങ്ങളവിടെ താമസിക്കുകയും ചെയ്യും. അങ്ങനെ പോകെ പോകെ ഒരു ദിവസം കുറേ ദിവസമായിട്ടും ആക്റ്റീവല്ലാത്ത അങ്ങനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ പിന്നെ എന്തിനാ കല്യാണം കഴിച്ചതെന്ന്. പതിവ് വഴക്ക് തന്നെ. പക്ഷേ അന്നങ്ങേർ ഒച്ചയോർത്തി എന്നോട് തർക്കിക്കാൻ തുടങ്ങി. എൻ്റെ നാവടപ്പിക്കാൻ വേണ്ടിയാണ്. കാര്യം ഞാൻ വീട്ടിലാണല്ലോ, ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ നോക്കിയില്ല, തിരിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അമ്മയും കേട്ട് കാണുമെന്ന് തോന്നുന്നു. എന്തായാലും വഴക്കടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയുടെ അരികിലേക്ക് ചെന്നു. അമ്മ ചോദിച്ചു എന്താ പ്രശ്നമെന്ന്. ഞാൻ ഒഴിഞ്ഞു മാറിയെങ്കിലും അമ്മ പറഞ്ഞു, നീ പറഞ്ഞേ പറ്റുള്ളൂ, എന്താണ് രാത്രിയിൽ ഇത്രയും വഴക്കെന്നും. അപ്പോൾ യഥാർത്ഥ കാര്യം ഞാൻ പറഞ്ഞു. അമ്മ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുകയാണ്. എടീ, നിനക്ക് നേരത്തെ പറയാൻ വയ്യായിരുന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? എൻ്റെ ഭർത്താവിൻ്റെ കാര്യമല്ലേ, ഞാനല്ലേ ഇത് മാനേജ് ചെയ്യേണ്ടത്. അമ്മയോട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരടി പറഞ്ഞേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്? നീ എന്നോട് ഈ കാര്യം പറഞ്ഞില്ലല്ലോ. നിന്റെ ചേച്ചിയായിരുന്നെങ്കിൽ എന്നോടെല്ലാം പറഞ്ഞേനെ. അതിന് ചേച്ചിയുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അമ്മേ, വളരെ സ്മൂത്തായിട്ട് പോകുകയല്ലേ. ചേട്ടനാണെന്നുണ്ടെങ്കിൽ ദേ ഫിഗർ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾ, നല്ല സുന്ദരൻ, ബിസിയാണെന്നേ ഉള്ളൂ. ചേച്ചിയോട് നല്ല സ്നേഹം, പണമുണ്ട്, എല്ലാമുണ്ട്. എന്നെപ്പോലല്ലോ. നിനക്കതാടി പണമില്ലേ? പണമുണ്ട്, പക്ഷേ ഭർത്താവിൻ്റെ സ്നേഹവും സാമീപ്യവും കൊതിക്കുമ്പോൾ കിട്ടാത്തത് അത് വലിയൊരു പ്രശ്നമല്ലേ. അപ്പം അമ്മ പറഞ്ഞു, ആ അതൊരു പ്രശ്നമാണ്. എന്നാൽ നിന്റെ ചേച്ചിക്ക് ഒരു പ്രശ്നമില്ലെന്ന് നീ വിചാരിക്കരുത്. എന്താ അമ്മേ ചേച്ചിയുടെ പ്രശ്നം? ആ നീ ഇപ്പം എന്നോടെല്ലാം തുറന്നു പറഞ്ഞല്ലോ. ഇനിയിപ്പം ഞാൻ നിന്നോട് പറയാം. നിന്റെ ചേട്ടൻ ശരിയാ, അവൻ ജിമ്മിൽ പോകുന്നുണ്ട്, സുന്ദരനാണ്, ഫിറ്റാണ്. പക്ഷേ അവന് 24 മണിക്കൂറും ഈ ഒരു കാര്യം മാത്രമേ ചിന്തയുള്ളൂ. നിനക്കറിയാമോ, അവനിപ്പം ലേറ്റായിട്ട് വന്നാലുമില്ലേ അവൻ ഉറങ്ങില്ല. അവളും ഒട്ട് റെസ്റ്റ് എടുക്കാനും സമ്മതിക്കില്ല. അങ്ങനെ ഒരു ടൈപ്പാണ്. അതൊരു ഭാഗ്യമല്ലേ അമ്മേ? എന്ത് ഭാഗ്യം എടീ. അധികമായാൽ അമൃതം വിഷം. എല്ലാവർക്കും എല്ലാ കാര്യത്തിലും മിനിമൽ ഇൻട്രസ്റ്റ് ഉള്ളതാണ് നല്ലത്, അല്ലാതെ ഓവറായാലും കുഴപ്പമാണ്. നിന്റെ ഭർത്താവിനെ പോലെ ഒട്ടും ഇല്ലാതായാലും കുഴപ്പമാണ്. എല്ലാം അതിൻ്റെതായ പാകത്തിന് പോകണം. ഇതിപ്പം നിന്റെ ചേച്ചിയുടെ കാര്യത്തിൽ പറയുമ്പോഴേക്കും ഒത്തിരി ഓവർ ആക്റ്റീവാണ്. അവൾ ഇന്നാളിലും കൂടി എന്നോട് പറഞ്ഞ് കരഞ്ഞതേ ഉള്ളൂ. ഷോ, ഇതിനൊക്കെ കരയേണ്ട കാര്യമുണ്ടോ അമ്മേ? ആ അതാണ് പ്രശ്നം. നിനക്ക് ഒന്നുമില്ല, അവൾക്ക് കൂടുതലുമാണ്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളുടെ അവസ്ഥ വേറെ ആൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നീ ഓർക്കുന്നത് അതെന്തോ ഭാഗ്യമാണെന്നാണ്, അവൾ വിചാരിക്കുന്നത് അവൾക്കതൊരു ശല്യമാണെന്നാണ്. ഒരിടത്ത് പ്രശ്നം മറ്റൊരിടത്ത് നല്ലത്.
ഒരിടത്തെ നല്ല കാര്യം മറ്റൊരിടത്ത് വലിയ ദുഃഖം. എന്താടി ഇത് എന്നമ്മ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിതൊന്നും മറുപടിയില്ല. എനിക്ക് എൻ്റെ കാര്യവും എൻ്റെ ഭർത്താവിൻ്റെ കാര്യം മാത്രമേ അറിയുകയുള്ളൂ. അല്ലാതെ ചേട്ടൻ്റെ കാര്യം ഞാൻ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ പെൺമക്കൾക്ക് 2 പേർക്കും ഇങ്ങനെ വ്യത്യസ്തമായ 2 പ്രശ്നമാണ്. പക്ഷേ അവളെ ഞാൻ സമാധാനിപ്പിച്ചതേ ഉള്ളൂ. ഇതിനൊക്കെ എൻ്റെ കയ്യിലൊരു മരുന്നുണ്ട്. അതെന്താ അമ്മേ? പച്ചമരുന്നാണോ അതോ ഇംഗ്ലീഷ് മരുന്നാണോ? ആ, 2 മരുന്നുമല്ല, പുതിയൊരു തരം മരുന്നാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, എനിക്ക് നേരത്തെ ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷേ ആ മരുന്ന് ഞാൻ കണ്ടുപിടിച്ചു. അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? എടി, എന്തായാലും ഇവിടെ പ്രശ്നം എന്താണ്? നിന്റെ ചേട്ടന് ഈ ഒരു കാര്യം മാത്രമാണ് ചിന്ത. പക്ഷേ നിന്റെ ചേച്ചിക്കോ ഒട്ടും താല്പര്യവുമില്ല. നിന്റെ കാര്യം വരുമ്പോഴേക്കും നിനക്ക് നിന്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അതേ സ്വഭാവമാണ്. പിന്നെ നിന്റെ ഭർത്താവിനാണെങ്കിൽ നിന്റെ ചേച്ചിയുടെ അതേ സ്വഭാവം. അപ്പം ചേരേണ്ടത് ചേരുമ്പടി ചേർത്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അവസാനിക്കും. അപ്പം അമ്മ എന്താ പറഞ്ഞത്? ഞാൻ പറയാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും നിനക്ക് പറ്റിയ ഒരാളാണ് നിന്റെ ചേട്ടൻ. അങ്ങനെ ആകുമ്പോഴേക്കും ഞാൻ നിന്റെ ചേച്ചിയോട് പറയാം, അവളോട് പറഞ്ഞ് കാര്യം മനസ്സിലാക്കാം. അവൾക്ക് വയ്യല്ലോ, ആ വയ്യാത്ത ചുരിക അവളങ്ങ് താഴെ വെക്കട്ടെ. നിനക്കതെടുത്ത് അംഗം നടത്തരുതോ മോളെ? അമ്മ എന്താ പറഞ്ഞത്? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? എടി, നടക്കും. മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നടക്കും. അവനും പുതിയൊരു പൂവ് തേടി നടക്കുന്ന വണ്ടിൻ്റെ മനസ്ഥിതിയുള്ളവനാണ്. പോ അമ്മേ, അമ്മ ചുമ്മാത് ഓരോ കഥകൾ പറയുകയാണ്. എന്തായാലും ഞാൻ നിന്റെ ചേച്ചിയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. അവൾ പറഞ്ഞത് വല്ലാത്ത തലവേദനയാണെന്നാണ്. എന്നാലും അമ്മ ഇതൊക്കെ എങ്ങനെ വർക്കൗട്ടാകും? വർക്കൗട്ടിൻ്റെ കാര്യം നീ വിചാരിക്കേണ്ട കാര്യമില്ല. എന്തായാലും നിന്റെ ഭർത്താവിനെ ശരിക്കാക്കി എടുക്കാൻ നിനക്ക് പറ്റുമോ? അത് നടക്കും തോന്നില്ല. എങ്കിൽ പിന്നെ അങ്ങനെ പോകട്ടെ. അല്ല അമ്മേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ഇവിടെ പ്രതിഷ്ഠിക്കും. എടി, നീ അങ്ങ് നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂടെ കൂട്ടണ്ട. നീ തനി ഇവിടെ നിന്ന് കിടന്നാൽ മതി. കുഞ്ഞും അവൻ വീട്ടിൽ പോയി നിന്നോട്ടെ, അവൻ്റെ അമ്മയുടെ കൂടെ. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ നീ ഒരു കാര്യം ചെയ്യേ, നിന്റെ ചേച്ചിയും ഭർത്താവും ഇപ്പോൾ ഫ്ലാറ്റിലേ താമസിക്കുന്നത്. എന്തായാലും ബാക്കി ഞാൻ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യാം. കാര്യം ഈ പ്രശ്നത്തിന് ഈ മരുന്ന് ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ നിന്റെ ഭർത്താവിനെ എങ്ങനെ ശരിയാക്കുമെന്ന് എനിക്കറിയില്ല. നിനക്ക് ഞാൻ ഒരു പരിഹാരം കണ്ടുപിടിച്ച് തരാം, അത്രേ ഉള്ളൂ. അമ്മ ചുമ്മാ ഓരോ മണ്ടൻ ഐഡിയകൾ പറയുകയാണ്. എടി, നിങ്ങളുടെ 2 പേരുടെ അമ്മ ഞാനാണ്. എനിക്കറിയാത്തൊന്നും നിങ്ങളിലില്ല. അതുകൊണ്ട് കൂടുതൽ ഇങ്ങോട്ട് പറയാൻ വരണ്ട എന്നമ്മ പറഞ്ഞു. എന്തായാലും പിന്നെ ഞാൻ മിണ്ടിയില്ല. അമ്മ ഈ കാര്യങ്ങൾ എൻ്റെ ചേച്ചിയുമായി ഡിസ്കസ് ചെയ്തു. ചേച്ചി എന്നെ വിളിച്ചു. എടി, നിനക്ക് എന്നോട് അങ്ങ് പറഞ്ഞാൽ പോരെ, വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു അമ്മയോട് ഞാൻ അറിയാതെ പറഞ്ഞതാണെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, അമ്മ പറഞ്ഞ ഐഡിയ സൂപ്പറാണ്. എനിക്കാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഒരു ദിവസമെങ്കിലും സമാധാനത്തോടുകൂടി കിടന്നുറങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാനും മോനും കൂടെ വൈകുന്നേരം അവിടെ വരാം. നിന്റെ ഭർത്താവിനെ നീ പറഞ്ഞ് വീട്ടിൽ വിടാം. എന്നിട്ടൊരു കാര്യം ചെയ്യേ, ചേട്ടനായിരിക്കും എന്നെ കൊണ്ടുവിടുന്നത്. ആ സമയത്ത് ചേട്ടൻ്റെ കൂടെ നീ തിരിച്ചങ്ങ് ആ ഫ്ലാറ്റിലേക്ക് പോകൂ. ഒരു 7 മണിയാകുമ്പോഴേക്കും തിരിച്ചു വന്നാൽ മതി. പിന്നെ പിള്ളേർ 2 പേരെയും ഞാൻ നോക്കിക്കോളാം. ചേച്ചി, ചേട്ടൻ എന്താ പറഞ്ഞു? അയ്യോ എൻ്റെ പൊന്നുമോളെ, ഞാൻ ഈ ഐഡിയ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടനില്ലേ അങ്ങേര് അങ്ങ് ഇളകിയിരിക്കുകയാണ്. അങ്ങേര് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, ഏത് വഴി കണ്ടാലും ആ വഴി കയറി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നൊരു ടൈപ്പാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പം നമ്മുടെ അമ്മ ഒന്ന് കടാക്ഷിക്കാമെങ്കിൽ ആ വഴിക്ക് ട്രൈ ചെയ്യുന്ന ആളാണ് അങ്ങേര്. നിന്നോട് ഞാൻ കൂടുതൽ പറയാത്ത മോളെ. എന്നാലും ചേച്ചി, അത് റിസ്ക് അല്ലേ? ഒരു റിസ്ക് ഇല്ലടി. നിൻ്റെ കഥ കേട്ടിട്ട് നിനക്ക് ഇത് സൂപ്പറാവുമെന്ന് എനിക്ക് തോന്നി. നിനക്ക് ആപ്റ്റാണ്. അതുകൊണ്ട് അമ്മ പറഞ്ഞതുപോലെ തന്നെ നീ ഒരു വട്ടമെങ്കിലും ഈ പരീക്ഷണത്തിൽ കൂടി കടന്നു പോകണം. എങ്കിലേ നിൻ്റെ ഇളക്കം തീരുമെന്നാണ് അമ്മ പറഞ്ഞതും. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അമ്മ പറഞ്ഞല്ലോ. എന്തായാലും ഇനി ഈ യജ്ഞത്തിൽ നിന്ന് നമ്മൾ പിന്മാറില്ല. ഇത് നടന്നേ പറ്റൂ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെക്കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടണ്ട. ഇതങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് നമ്മൾ. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ കാണുമ്പോഴേക്കും നിൻ്റെ കഥകളും സെൻറ്റിമെൻറ്റ്സ് ഒന്നും പറയേണ്ട കാര്യമില്ല. അമ്മ പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ എല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു സെൻറ്റൻസ് പോലും വായിൽ നിന്ന് പറയേണ്ട കാര്യമില്ല. അവിടെ വേണ്ടത് എന്താണ്? ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ മതി. അല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പുരാണ പാരായണം വേണ്ട എന്ന് ചേച്ചി പറഞ്ഞു. ഞാനാണെങ്കിൽ തലയാട്ടി. പക്ഷേ എന്നാലുമില്ലേ, എനിക്കത് ഒരു ത്രില്ലായിരുന്നു. കാര്യം എൻ്റെ ഒരാഗ്രഹം അനുസരിച്ചിട്ട് ഈ പറഞ്ഞ ക്രൈറ്റീരിയ എല്ലാം ചേട്ടനുണ്ട്. ചേട്ടന് നിർത്താത്ത ആഗ്രഹമാണെങ്കിൽ എനിക്ക് നിർത്താത്ത ആഗ്രഹം തന്നെയാണ്. 2 മാസമായപ്പോഴേക്കും അമ്മയുടെ നില മെച്ചപ്പെട്ടിരുന്നു. ആ സന്ദർഭത്തിലാണ് ഈ ചർച്ച വന്നത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നിങ്ങളെ ഒന്ന് കൂട്ടുകിടക്കണ്ട, ഇനിയിപ്പം ഞാനിവിടെ കിടന്നോളാം, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങേർക്ക് വലിയ സന്തോഷം. കാര്യം സ്വന്തം അമ്മ ഉണ്ടാക്കി തരുന്നതൊക്കെ കഴിച്ച് അവിടെ ഇങ്ങനെ കഴിഞ്ഞോളും. പ്രശ്നമില്ല.
ഹസ്ബൻഡ് പോവുകയും ചെയ്തു. രണ്ടാമത്തെ ദിവസമാണ് രാത്രി 10 മണിയായപ്പോഴേക്കും ചേച്ചിയും മകനും കൂടി വന്നത്. ചേട്ടനുമുണ്ടായിരുന്നു. ചേട്ടനെന്ന് ഒന്ന് നന്നായി സുന്ദരനായിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. എന്നെ പ്രതീക്ഷിച്ച് കുളിച്ചൊരുങ്ങി വന്നതാണോ എന്നെനിക്കൊരു സംശയം. ഞാനാണെങ്കിലും നല്ല ടിപ്പ് ടോപ്പിൽ പോകാൻ റെഡിയായി നിൽക്കുകയായിരുന്നു. ഒന്നും പറയില്ലെന്നല്ലേ അമ്മയും ചേച്ചി പറഞ്ഞത്. അതുകൊണ്ട് ഞാനൊരു അക്ഷരവും പറഞ്ഞില്ല. അല്ലെങ്കിലും പറയാനുള്ള കാര്യങ്ങളല്ലോ ഇത് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എല്ലാവരും ചേർന്നിരുന്ന് ആഹാരം കഴിച്ചു. കുട്ടികളെ രണ്ടുപേരെയും കൂടെ ചേച്ചി ഉറക്കാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. അമ്മയാണെങ്കിൽ അടുക്കളയിലേക്ക് ചെറിയ രീതിയിൽ നടന്നു പോവുകയും ചെയ്തു. പിന്നെ ചേട്ടനോട് പറഞ്ഞു, നമുക്കെന്നാൽ പോയാലെന്ന്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി നടന്നു. കാറ് നേരെ ഫ്ലാറ്റിലേക്ക്. ചേട്ടൻ പറഞ്ഞത് ഒരു കാര്യം മാത്രമാണ്, നിന്റെ ചേച്ചിക്ക് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല. അവൾ എന്നെ എപ്പോഴും കുറ്റം പറയുകയാണ്. ഞാൻ പറഞ്ഞു, ഇതേപോലെ തന്നെ ഞാനും എൻ്റെ ഭർത്താവിനെ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ രണ്ടുപേരും കുറ്റം പറഞ്ഞത് രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾക്കാണല്ലേ. അതെ ചേട്ടാ, ഇപ്പോൾ തിരിച്ചറിയാം നമ്മൾ സമാന സ്വഭാവമാണോ സമാന ചിന്താഗതിക്കാരാണെന്ന്. അതെ ചേട്ടാ എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ സമാന സ്വഭാവക്കാരല്ല. കഴിഞ്ഞ 7 ജന്മങ്ങളിൽ 6 ജന്മങ്ങളും ഞങ്ങൾ നീരാടി ഹംസങ്ങളെപ്പോലെ നടന്നവരാണെന്ന് അന്ന് മനസ്സിലായി. ഇതാണ് എൻ്റെ പെർഫെക്റ്റ് ചോയ്സ്. ഒന്നും ചിന്തിക്കാനുള്ള സമയമില്ല. എന്തെങ്കിലും കുറ്റം പറയാനുള്ള ഒരു കാര്യവുമില്ല. അതുമാത്രവുമല്ല, ഇടവേളകൾ ഇല്ല. എൻ്റെ മനസ്സ് അന്ന് നിറഞ്ഞു കവിഞ്ഞൊഴുകി. പിന്നെ സിന്ധു നദി തടത്തിൽ സിന്ധു നദി കുത്തിയൊലിച്ചൊഴുകുന്ന ഒരനുഭൂതി എനിക്കുമുണ്ടായി. അന്ന് ഞങ്ങൾ എല്ലാം കഴിഞ്ഞ ശേഷം പരസ്പരം കണ്ണിൽ നോക്കിയപ്പോഴേ മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും കൂടി കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആ ദാമ്പത്യം സൂപ്പറായിരുന്നേനെ. പക്ഷെ എന്ത് ചെയ്യാനാണ്, റോങ് കൈകളിലേക്കാണ് എല്ലാം വന്ന് വീണത്. എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു. പക്ഷേ ചേട്ടൻ പറഞ്ഞു, റോങ് ആണെങ്കിലും ഇപ്പോൾ പ്രകൃതി തന്നെ നമുക്ക് അനുകൂലമായി വന്നു. എല്ലാവരും നമ്മുടെ ബന്ധത്തെ അംഗീകരിച്ചിട്ട് ഇതൊക്കെ നീ നടക്കുമെന്ന് കരുതിയോ എന്ന് ചോദിച്ചു. ഇല്ല, പക്ഷേ അമ്മയും ചേച്ചിയും മാത്രമാണ് എൻ്റെ പക്ഷത്ത്. എൻ്റെ ഭർത്താവില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു, അവൻ എവിടെയെങ്കിലും പോട്ടെ, ഒരു പ്രശ്നവും എനിക്കില്ല. പിന്നെ അവൻ അറിഞ്ഞാലും കുഴപ്പമില്ല. നീ ഒരു കാര്യം ചെയ്യേ, നിൻ്റെ ചേച്ചിയുടെ കൂടെ എൻ്റെ അടുത്ത് വന്ന് താമസിച്ചാൽ മതി, ഒരു പ്രശ്നവുമില്ല. ആ വിവാഹബന്ധം നമുക്ക് ഡൈവേഴ്സ് ചെയ്യാം, അതായിരിക്കും നല്ലത്. പിന്നെ നിൻ്റെ ചേച്ചിക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മൾ 3 പേരും കൂടെ അവിടെ കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഈ ലോകത്ത് ഒന്നും സംഭവിക്കാനില്ലെന്ന് ചേട്ടായി പറഞ്ഞു. അതോടുകൂടി എനിക്ക് ധൈര്യമായി. ഇനിയിപ്പോൾ ഏത് രീതിയിലാണെങ്കിലും 2 വള്ളത്തിൽ കാല വെച്ചാണെങ്കിലും ഞാൻ മാനേജ് ചെയ്യും എന്ന് വിചാരിച്ചു. പിന്നീട് എല്ലാ ദിവസങ്ങളിലും എനിക്ക് വേലയും പൂരവും കാണാൻ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. അമ്മയും ചേച്ചിയും അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. പ്രത്യേകിച്ച് പ്രശ്നമില്ല. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് എന്തോ ആവശ്യത്തിന് സർപ്രൈസ് വന്നു. അപ്പോൾ ഞാൻ അവിടെ ഇല്ല. ഉടനെ അമ്മ പറഞ്ഞു അവളുടെ ഒരു കൂട്ടുകാരുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയതാണ് എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് വിശ്വസിച്ചില്ല. അത് പുള്ളിക്ക് സംശയമായി. പിന്നീട് എന്നെ ക്വസ്റ്റ്യൻ ചെയ്തു, നീ എവിടെ പോയതാണെന്നും. ആ സമയത്ത് ഞാൻ ഓർത്തു, എൻ്റെ ചേട്ടൻ പറഞ്ഞല്ലോ ഇനി പ്രശ്നമില്ലെന്ന്. അതുകൊണ്ട് ഞാൻ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു. എനിക്കോ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെന്താ ചെയ്യേണ്ടത്? ഈ വഴി ഞാൻ സ്വീകരിച്ചു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വഴക്കുണ്ടാക്കാതെ നിങ്ങളുടെ മടിയൊക്കെ ഇവിടെ നിന്നോട്ടെ, നമുക്ക് രണ്ടുപേർക്കും കൂടെ മ്യൂച്വലായി പിരിയാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് ആദ്യം ഒന്ന് ഞെട്ടി, വഴക്കുണ്ടാക്കി. പക്ഷേ പിന്നെ പുള്ളി കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും എന്നോടൊന്ന് പറഞ്ഞു, സത്യം പറഞ്ഞാലില്ലേ, എനിക്ക് നിന്നെപ്പോലൊരാളെ അല്ല ഇഷ്ടം, നിൻ്റെ ചേച്ചിയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ റോങ് പാർട്ട്നേഴ്സ് ആണെന്നാണ്. പിന്നെ മിതമായ ആഗ്രഹങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. ചേച്ചിക്കും അങ്ങനെ തന്നെയല്ലേ? എങ്കിൽ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പോരെ? എന്തിനാണ് വെറുതെ വിവാഹമോചനവും കാര്യങ്ങളുമൊക്കെ? ഇത് ചേട്ടനോടും ചേച്ചിയോടും അമ്മയോടും പറഞ്ഞ് നമ്മുടെ കുടുംബം മുഴുവൻ അംഗീകരിച്ച് പോയാൽ പോരെ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാനിത് അമ്മയോടും ചേച്ചിയോടും പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, ദൈവമേ, 2ാമത്തെ മരുന്ന് എവിടെ നിന്ന് കണ്ടുപിടിക്കുമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇപ്പം തന്നെ ദൈവം മരുന്ന് കൊണ്ടു തന്നല്ലോ. ഈ മരുന്നിൽ നിന്റെ ചേച്ചിയുടെ അസുഖവും ക്ലീൻ ആകും മോളെ എന്ന് പറഞ്ഞു. പിന്നീട് അധികം ചർച്ചകളൊന്നും ഉണ്ടായില്ല. പിന്നെ ചേച്ചിയും എൻ്റെ ഹസ്ബൻഡും അവർ ഒത്തിരി നേരം തനിയെ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് ഓക്കെ എന്നുള്ള മട്ടിൽ തന്നെ. പിന്നെ അവർ അവരുടേതായ ലോകത്തേക്ക് പോയപ്പോഴേക്കും ഞങ്ങൾ 2 പേരും കൂടി വീട്ടിലിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഞാനും ചേട്ടനും കൂടി അമ്മയെ നോക്കിയിരുന്നു. കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡും ചേച്ചിയും കൂടെ ഫ്ലാറ്റിലേക്ക് പോയി. കാര്യം തുടക്കമല്ലേ,
തുടക്കത്തിൽ ഒന്നിനൊരു ഇമ്പം കാണില്ല. എല്ലാം റെഡിയായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും ചമ്മൽ മാറും. എല്ലാവർക്കും കൂടി ഒന്നിച്ച് സമൂഹഗാനം പാടാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അവർ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ ഒരു ഗ്രീൻ ഫ്ലാഗ് കാണിച്ചു. കാര്യങ്ങൾ സക്സസ്. ചേച്ചിക്ക് മിതമായ ആഗ്രഹങ്ങൾ, മിതമായി മുന്നോട്ട് പോകുന്ന ഒരു പുരുഷനും. അങ്ങനെ മാഡം, അവസാനം ഞങ്ങളുടേതായ ഒരു ഇടം കണ്ടെത്തി. ഇങ്ങനെ വളരെ സന്തുലിതാവസ്ഥയിലാണ് ഈ വീട് പോകുന്നത്. മാഡം, ഈ അടുത്ത കാലത്ത് അമ്മ പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ മരുന്ന് നൽകി, പക്ഷേ എൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലല്ലോ. ഞങ്ങൾ ചോദിച്ചു, എന്താ അമ്മേ, മരുമക്കളെയാണോ അമ്മ പരിപാലിക്കാൻ പോകുന്നതെന്ന്. അപ്പം അമ്മ പറഞ്ഞു, ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് അങ്ങനെയുള്ള ഒരു റിസ്കിലേക്ക് പോകാൻ തയ്യാറല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെല്ലാവരും കൂടി പിണങ്ങേണ്ടി വരും. അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു. പക്ഷേ എൻ്റെ ഓഫീസിലുള്ള ചില നോട്ടപ്പുള്ളികളുണ്ട്. അവർ ഈ വീട്ടിലേക്ക് വിരുന്നുകാരെ വരുന്നതിൽ നിങ്ങൾക്ക് സമ്മതമല്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കെന്താ കുഴപ്പം, ഞങ്ങൾ മിക്കവാറും ദിവസങ്ങൾ ഇവിടെ ഇല്ലല്ലോ അമ്മേ. അമ്മയുടെ കാര്യങ്ങളിലേക്ക് കടന്നു പോകൂ എന്ന് പറഞ്ഞു. അങ്ങനെ സഹായിച്ച അമ്മയെ ഞങ്ങൾ തിരിച്ച് സഹായിച്ചു എന്ന് പറയാം. അമ്മയുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞങ്ങൾ ചേച്ചി അനിയത്തിയും ആഹ്ലാദവതികളാണ്. സമൂഹത്തിൽ കേൾക്കുമ്പോൾ സദാചാരപരമായി മാഡം അനലൈസ് ചെയ്യുമ്പോഴേക്കും ഞങ്ങളെ കുറ്റം പറയും. പക്ഷേ എനിക്കതിലൊന്നും പറയാനില്ല. കുറ്റം പറഞ്ഞാലും ഇല്ലെങ്കിലും ചേർന്നൊരു പാർട്ട്ണർ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. എൻ്റെ ഒരു ചോദ്യം, ശരിക്കും ഈ ബാഹ്യ സൗന്ദര്യമോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള അട്രാക്ഷനൊക്കെ കണ്ടിട്ട് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് വലിയ പ്രശ്നമല്ലേ മാഡം? അങ്ങനൊരു സിസ്റ്റം അത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് മാഡത്തിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾ വിവാഹത്തിന് മുമ്പ് തന്നെ പാർട്ട്ണറുമായി നല്ല സൗഹൃദം ഒക്കെ സ്ഥാപിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി, ഓക്കെ ഇങ്ങേർ എനിക്കുള്ളതാണ്, ഞാൻ അങ്ങേർക്കുള്ളതാണ്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, നല്ല പൊരുത്തമുണ്ട് എന്ന് കണ്ടിട്ട് ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകുന്നത് ഏറ്റവും നല്ല പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വേ തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മുടെ കൾച്ചർ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഒരിക്കലും വിവാഹത്തിന് മുൻപ് അങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിരാൻ ഈ അറേഞ്ച്ഡ് മാരേജിൽ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ പിന്നെ എന്താണ് ഇത്, ഒരു ലോട്ടറി പോലെ എന്നൊക്കെ ആൾക്കാർ പറയില്ലേ, കളിയാക്കി പറയുന്നതാണെങ്കിലും ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോഴേക്കും കുറേയധികം കാര്യങ്ങൾ ഒത്തുചേർന്നതാണ്. ചിലപ്പോൾ നമുക്ക് ആപ്റ്റാകാം, ചിലപ്പോൾ അത് പാളിപ്പോകാം, ചിലപ്പോൾ കുറേ നാൾ നന്നായിരിക്കാം, പിന്നെ അത് കുളമാകാം. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം എല്ലാം അറിഞ്ഞ് എല്ലാം ഓക്കെ ആയിട്ടൊന്നും പറഞ്ഞാലും പറയാൻ പറ്റില്ല. ജീവിച്ചു തുടങ്ങുമ്പോഴേക്കും ഈ ഒരു കാര്യം മാത്രമല്ലല്ലോ, മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് നമുക്ക് പൊതുവായിട്ട് അങ്ങനെ ആകണം ഇങ്ങനെയാണോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇതിലൊരു പോയിന്റ് ഉണ്ട് എന്ന് വെച്ച് അറേഞ്ച്ഡ് മാരേജ് നമ്മുടെ കൾച്ചറിന് ഭാഗമായ ഒരു രാജ്യത്ത് നമുക്കിതിനെ പറ്റിയിട്ട് കൂടുതൽ അഭിപ്രായങ്ങൾ ഒരിക്കലും പറയാൻ പറ്റില്ല. വരുന്നതിനെ വരുന്നിടത്ത് വെച്ച് കാണുക എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. കുറുക്ക് വഴി സ്വീകരിക്കുന്നതിനെ കുറിച്ചിട്ടും എനിക്കൊന്നും പറയാനില്ല. കാര്യം ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിനെ, അതായത് നമ്മുടെ പൊതുവെയുള്ള കൾച്ചറിനെ ഹർട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല.